താങ്ക് യു. സർപ്രൈസ്. എല്ലാം തീർന്നു. ഇതെങ്ങനെ വല്ല സ്വപ്നം വല്ല ആണോടാ? ഇതൊന്നും സ്വപ്നത്തിൽ പോലും സംഭവിക്കരുത് ദൈവമേ. Why are you looking so weird, guys? ഫുൾ ഷോക്ക് ആയിടുச்சு. कैसा लगा हमारा सरप्राइज? ഇവളുമാര് എന്തോന്നറിയ പറയുന്നത്? അവളുമാരുടെ സർപ്രൈസ് എങ്ങനെയാണെന്ന് ചോദിക്കുന്നത്. സർപ്രൈസ് തരാൻ പറ്റിയതല്ല ബെസ്റ്റ് ടൈം. അതെ, വെരി ബ്യൂട്ടിഫുൾ, ഫാന്റാസ്റ്റിക്, മാർവലസ്. മോറിക്കണോ? बर्थडे गिफ्ट. ഓ താങ്ക് യു. വാങ്ങല്ലേ? താങ്ക് യു താങ്ക് യു. അപ്പൊ നിങ്ങള് പോവല്ലേ? തീർന്നിട്ടില്ല, ഇനിയുണ്ട് സർപ്രൈസ്. ഇനി ഉണ്ടോ? പിന്നെ ദാ ഞങ്ങൾ നിങ്ങൾക്ക് വാങ്ങിയ ബർത്ത്ഡേ കോസ്റ്റ്യൂം. എവിടെ? എനിക്കെവിടെ? ആ താത്ത. ഇതിട്ടിട്ട് വേണ കേക്ക് കട്ടിയാൻ വരാനേ. നിങ്ങൾ ഇങ്ങനെ ഡംപ് എനിക്കത് പോയി ഡ്രസ് ചെയ്തിട്ടോ. അപ്പൊ ഞങ്ങൾ ഇവിടെ എല്ലാം ഒന്ന് സെറ്റ് ആക്കാം. എവിടെ? എവിടെയാണോ? ആ ഇവിടെ ഹാളില്. അല്ലാതെ ഈ റൂമിലൊന്നും അല്ലല്ലേ? ക്ലീൻ ചെയ്യണോ? വേണോ? ചെയ്യണോ? റൂമിൽ കയറിയ പണി വേണം. അതെ, ഞാൻ മറന്നു. റൂം വേണ്ട. എന്നാ പോയി പെട്ടെന്ന് എന്നാ നിങ്ങൾ ഇവിടെ സെറ്റ് ആക്കാം. അഞ്ജലു, ഞാൻ പോവല്ലോ, ഇപ്പൊ വരല്ലോ. എന്താ ഒരു കള്ളത്തരം? ദൈവമേ, എടാ ഞാനിത് അപ്പോഴേ പറഞ്ഞതാ, ഇത് ആകെ പ്രശ്നമാവും. എന്നിട്ട് തുള്ളിച്ചാടിക്ക് പോകുന്നുണ്ടല്ലോ. ശരിക്കും ഞാനൊരു കാര്യം പറയാം, എനിക്ക് സത്യമായിട്ട് തലവേദനിക്കുന്നുണ്ട്. അവളുമാർ ഇങ്ങനെ കയറി വരുന്നത് ഞാൻ വിചാരിച്ചാ. പിന്നെ ഞങ്ങൾ വിചാരിച്ചു അതില്ല, ഇതിനൊക്കെ കാരണം തെണ്ടി അലക്സ് ആണ്. പെണ്ണാണ്, പിച്ചച്ചിക്കരുത്, തേക്കോന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കാമിക്കുമാര് അവളുമാര് നമ്മളെ മുത്തല്ലടാ മുത്ത്, നമുക്ക് വേണ്ടി ഹോസ്റ്റലിൽ മതിലൊക്കെ ചാടിക്കിടന്നു പല്ലി ചലിച്ച്. സത്യം പോടാ മണ്ട. എടാ ഞാൻ പറയുന്നത് എന്തായാലും വരാനുള്ള വന്നു. ഇനി നൈസായിട്ട് ഈ സീനൊന്നും എന്റെ നോക്കാം, വേറെ വഴിയില്ല. ഇതിന്റെ അന്ത്യം നമ്മളെ അവളുമാര് താഴോട്ടേക്ക് ഇടുന്നതായിരിക്കും. ഡാ മണ്ട, ഞാൻ പറയുന്നത് കേക്ക് നീ. പറയൂ. അവളുമാര് നമ്മൾ സർപ്രൈസ് തരാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഹോസ്റ്റലിൽ ചാടി വന്നായിരിക്കാം. ഗംഗ എന്നാലും റൂമിൽ നിന്ന് പുറത്തിറങ്ങൂലെന്ന് ഉറപ്പല്ലേ? എനിക്ക് ഉറപ്പുണ്ട്. എന്നിട്ട് അവളുമാരായിട്ട് നമ്മൾ ബർത്ത്ഡേ പാർട്ടി ആഘോഷിച്ച് കേക്കും കിട്ടി ഡാൻസും കളിച്ച് അടിച്ച് പൊളിച്ച് അറമാച്ച് അവളുമാരെ പറഞ്ഞു വിടുന്നു. ഓക്കെ, അപ്പൊ ഈ സീൻ അങ്ങ് തീരുകയും ചെയ്യും. വി ആർ സേഫ്. വാട്ട് യു തിങ്ക് ഋഷി? എടാ ഗംഗയാ, ഗംഗ ഇതിങ്ങോട്ട് പുടിക്ക് തിന്നു. അതെ, ക്ലൈമാക്സ് അല്ലേ തീർന്നോളൂ, ടൈലന്റിനെയും ബാക്കിയുണ്ടല്ലോ. പെട്ടെന്ന് റെഡിയോ. എന്തോ ഇത് ഇവളുമാര് ബാല കളിക്കാൻ കൊണ്ടുവന്നതോ? ബാലുടനെ ചവിട്ടാടോ ആവും. ആറ്റോരു നേരം അവളുമാര് ഇങ്ങോട്ട് കയറി വന്നത്. ആ നാഗവല്ലി കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ ഇപ്പൊ അവളുമാരായിട്ട് അടിച്ചു പിടിക്കാറുന്നല്ലോ. നിനക്ക് ഒരു ടെൻഷനും ഇല്ലേടേ? എന്തിന് ആള് സത്യം നല്ല ടെൻഷൻ ഉണ്ട്. പുറത്ത് കാണിക്കുന്ന അങ്ങനെ ബർത്ത്ഡേ പാർട്ടി കഴിഞ്ഞു. എന്നിട്ട് ആ ബർത്ത്ഡേ ഒക്കെ ആഘോഷിച്ചിട്ട് അവര് പോയോ? ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞ് ഒന്ന് റെസ്റ്റ് എടുത്ത് വന്നപ്പോഴാ. ഓർമ്മിപ്പിക്കില്ലേ പൊന്നി? അതെ, ടൈം ഈസ് ടു ലേറ്റ്. ഹലോ. അത് ശരിയാണല്ലോ, നിങ്ങൾ പോണില്ലേ? ഞങ്ങള് മാത്രല്ല, നിങ്ങളും വരുന്നുണ്ട്. നിങ്ങളുടെ ഹോസ്റ്റലിലേക്ക് ഞങ്ങൾ എന്തിനാ വരുന്നത്? ഞങ്ങള് ഹോസ്റ്റലിലേക്കാ പോന്നു. ആരാ പറഞ്ഞേ? പിന്നെ ഗോവയ്ക്ക്. ഗോവയ്ക്കല്ല, ഗോവയ്ക്ക്. ഇതാണ് ഞങ്ങളുടെ അടുത്ത സർപ്രൈസ്. അതെ, മൊത്തത്തിൽ എത്ര സർപ്രൈസ് ഉണ്ടെന്നങ്ങ് പറ. എപ്പോഴെപ്പോഴും കിടന്ന് ഞെട്ടാൻ വയ്യ. ഇപ്പൊ ഞങ്ങൾ ഇത്രേ പ്ലാൻ ചെയ്തിട്ടുള്ളൂ. ഇനി ഗോവയിൽ ചെന്നിട്ട് ചിലപ്പോ ചില സർപ്രൈസ് ഒക്കെ കാണും. അവർക്ക് നേരത്തെ പ്ലാൻ ചെയ്തതാ അല്ലേ? നീ ഒന്നും പറയണ്ട. നീ ഒറ്റ ഒരുത്തം കാരണം ഇത്രയും സംഭവിച്ചത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ കാമുകിമാരാണ് വലുത്. നീ നിന്റെ കൂട്ടുകാരെ കെട്ടിപ്പിടിച്ച് അവിടെ ഇരുന്നോ? ഒരു പായം കൂടെ വിരിച്ച് തരട്ടാ. ഇറങ്ങിക്കോ. ഇപ്പൊ പുറപ്പെട്ട എപ്പോഴെങ്കിലും ഗോവയിലെത്താം. ഞങ്ങൾക്ക് ഒരു 10 മിനിറ്റ്സ് കൂടെ വേണം. 10 മിനിറ്റ് അല്ല, 10 സെക്കൻഡ് പോലും. ഞങ്ങൾക്ക് വാഷ്റൂം യൂസ് ചെയ്യണം. അങ്ങനെ പറഞ്ഞങ്ങനെ ശരിയാവുന്നേ. പോയിട്ട് വാ. അതിനെവിടെന്താ കുഴപ്പം? എവന്റെ കുറെ കഴിവാത്തായിട്ട് ഉണങ്ങാണ്ടിട്ടുണ്ട്. അപ്പുറത്ത് വെക്കോ. നിനക്കുള്ളതൊന്നും ഗോവ ചെന്നിട്ടാ. പിന്നെ മരത്തലുണ്ടല്ലോ അലക്സ, അവനിട്ട് പൊട്ടിക്കുന്നുണ്ട് ഞാൻ. നോക്കിയോ? അപ്പൊ ഗംഗ എന്ത് ചെയ്യും? എടാ അവളെന്നെ കഴുത്തി പിടിച്ച് തിരിച്ചിട്ട് മതിയായില്ലടാ. ഇതൊന്നും ശരിയാവൂല. നമ്മൾ ചെയ്ത തെറ്റാണ്. നമുക്ക് നമ്മുടെ കാമികമാരല്ലടാ വലുത്. അവളുമാര് നമ്മുടെ തേക്കാതിരിക്കോ ഇത് പുല്ലുപാടുകളും ചെയ്യട്ടെ. എന്തായാലും ഈ ഒരു പരിപാടി ഇനി വേണ്ട. ഓക്കേ? വേണ്ടേ? ശരി, നിങ്ങളുടെ ഇഷ്ടം. പിന്നെ ആ നവനെ വിളിച്ച് നാളെ അവളൊന്നും കൊണ്ടുപോകാൻ പറ.
പറയാ. പിന്നെ അവൻ തരാനുള്ള കാശില്ലേ അത് നമുക്ക് വേണ്ട. ഈ ചെയ്ത മിസ്റ്റേക്കിന് ഒരു പരിഹാരം ആയിക്കോട്ടെ. അത് തന്നെയാണ് ഞാനും പറഞ്ഞ കാരണം ഉണ്ടല്ലോ ആ കാശ് അവൻ കൊണ്ടുവെക്കട്ടെ. അവനൊരു പാവല്ലടാ. നീ ഇതൊന്നും അല്ലല്ലോ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്. ഒന്നും വേണ്ട അളിയ. ഇപ്പോഴത്തെ അവസ്ഥയില് നമ്മുടെ മനസ്സിലൊരു തണുപ്പൊക്കെ തോന്നുന്നില്ലേ അളിയോ ശരി ചെറുതായിട്ട്. എന്നാ തണുപ്പ് തീരും മുമ്പ് ഗോവയ്ക്ക് വിട്ടാലോ? നമ്മൾ നമ്മുടെ കാമുകിമാരുമായിട്ട് ഗോവയ്ക്ക് പോകുന്നു. ചില സർപ്രൈസുകൾ കാണാനും ചില സർപ്രൈസുകൾ കാണിച്ചു കൊടുക്കാനും. എന്റെ ഈശ്വര, വേറെ ഏടികളൊന്നും വന്ന് കേറല്ലേ. കേറല്ലേ ഈശ്വരാ. എടാ നമുക്ക് ഡ്രസ് ഒന്ന് ചേഞ്ച് ചെയ്താലോ? അത് നമുക്ക് പോണ വഴിക്ക് മാറ്റാം. ഇതെന്ന് തോന്നുന്നു ബാഗ്. അപ്പൊ അത് അതെന്റെ 10-20 ചട്ടികളാളിയാ. 10-20 ചട്ടികളാ? ഓ. നീ തന്നെ ഗോവയില് ചട്ടി കച്ചവടത്തിന് പോന്നാ? ആ അല്ല നിങ്ങളെ ലഗേജ് താഴെ കാറിലുണ്ട്. കാറിലോ? ആ നമുക്ക് എല്ലാവർക്കും കൂടെ ഗോവയ്ക്ക് പോകാൻ നിങ്ങളുടെ വണ്ടി പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾ കാർ റെന്റ് എടുത്തു. എവളുമാര് രണ്ട് കൽപ്പിച്ചാണല്ലോ. വേണ്ടത്. ലെറ്റ്സ് ഗോ ഗയ്സ്. ആരുടെ വായിക്കരിടാനോ വയ്യാവിലാണ് കയറി വരുത്തേ? നിന്റെ സെക്യൂരിറ്റി ചേട്ടൻ അങ്ങനെ ആണോടാ? ആ കുപ്പിയോടെ അത് ഇവിടെ ഇരുന്നാണല്ലോ. നിങ്ങളൊരു കാര്യം ചെയ്യ്, ആത്തിരിക്കും നമ്മൾ ഡീൽ ചെയ്തിട്ട് വരാം. ഞങ്ങളെ കണ്ട അത്ര പ്രശ്നമാണോ? അയ്യോ ഭയങ്കര പ്രശ്നമാ. ഈ ഫ്ലാറ്റിലെ പെണ്ണുങ്ങൾ അങ്ങനെ ഉണ്ടെന്ന് അറിഞ്ഞാ നാട്ടിലെ മുഴുവനും പാട്ടാവും. ഒരു പെണ്ണുങ്ങളൊന്നും കയറാത്ത ഫ്ലാറ്റ് ഇപ്പൊ മൊത്തം പെണ്ണുങ്ങൾ. ഒരു കള്ള ബഹുമാനം. ഞാൻ അമേരിക്കൻ പ്രസിഡന്റ് ഒന്നുമല്ല, നിന്റെയൊക്കെ മാമൻ തന്നെ. മാമൻ വരുമ്പോ ബഹുമാനിക്കണ്ടേ? ഓ ഭയങ്കര ബഹുമാനം തന്നെ. എന്തോടാ നിന്റെയൊക്കെ മുഖത്തൊരു പേടി? പേടിയൊന്നുമില്ല. മാമൻ എന്താ ഈ നേരത്ത്? എനിക്കിവിടെ വരാൻ വേണ്ടി നേരവും കാലം നോക്കണം. പിന്നെ ഒരു സർപ്രൈസ് ആയിക്കോട്ടെ കരുതി ഇപ്പൊ കയറി വന്നത്. സർപ്രൈസ് കൂടെ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. ആ നിങ്ങൾ എവിടെയെങ്കിലും പോകാൻ നിൽക്കണം? നമ്മളൊരു ട്രിപ്പിന് വേണ്ടി ഈ പാതിരാത്രി? അല്ലല്ല ഇപ്പഴല്ല, നാളെ മോർണിംഗ്. ഓ നാളെ. ആ മക്കളെടാ, എനിക്ക് 2 മാസം ലീവ് കിട്ടി. അപ്പൊ ഞാൻ എവിടെ പോകണമെന്ന് ഇങ്ങനെ ആലോചിച്ച് നിന്നപ്പോഴാണ് എന്റെ മക്കളെ കുറിച്ചൊക്കെ ഞാൻ ഓർത്തത്. പിന്നെ ഞാൻ ഇവിടെ വന്ന് നാമൊക്കെ അടിച്ചു പൊളിച്ച് കൂടിയിട്ടൊക്കെ അങ്ങ് പോവാ. എന്നാലും ഞങ്ങളോട് മാമനോട് ആരാ പറഞ്ഞേ? ഇവൻ എന്റെ ചെറുക്കനല്ലേ പറഞ്ഞത്. നിങ്ങളെ വിളിച്ച് ഒരുപാട് വിളിച്ചിട്ട് സത്യത്തിൽ നിങ്ങൾ ആരും ഫോൺ എടുക്കുന്നില്ല. എന്തോ നിങ്ങൾ എന്റെ അടുത്ത് കള്ളത്തരം കാണിച്ചിട്ടാണ് ഫോൺ എടുക്കാത്തത്. അല്ലല്ല പിന്നെ 2 കൽപ്പിച്ചിട്ട് ഞാൻ ഇവിടെ അങ്ങ് വന്നു. ഇവിടെ കൊള്ളടാ, കിടില സെറ്റപ്പ്. ഇവിടെ എന്തൊരു ശാന്തതയെന്ന് അറിയാമോ? കൊടുക്കാറ്റിന് പിന്നെ ഇങ്ങനെ ഒരു ശാന്തതയൊക്കെ പതിവാണല്ലോ. നീ എന്തോ എന്നെ വെച്ച് പറഞ്ഞായിട്ട് തോന്നിയല്ലേ? നടക്കാൻ പോകുന്ന ഫ്ലാഷ് ബാക്ക് എന്തിനാ മുൻകൂട്ടി പറയുന്നത്? ഓ അങ്ങനെ എന്തൊരു സെറ്റപ്പ്, ലൈറ്റും കളറും കൊള്ളലടേ. നമ്മുടെ ബർത്ത്ഡേ പാർട്ടി ഡെക്കറേഷൻ ലൈറ്റ് എന്ന് ഞങ്ങളെയാ? ഇന്നായിരുന്നു ബർത്ത്ഡേ. ഞാൻ വിട്ടുപോയി മക്കളെ. ആ അപ്പൊ എന്തായാലും ഞാൻ വന്നത് നന്നായി. നമുക്ക് അടിച്ചു പൊളിക്കാൻ ബർത്ത്ഡേ. അയ്യോ ഞങ്ങളെ ബർത്ത്ഡേ ഇന്നലെ രാത്രി കഴിഞ്ഞല്ലോ. ഇന്നലെ കഴിഞ്ഞ? എന്തായാലും ഞാൻ വന്നല്ലേ, ഒന്നും കൂടെ അടിച്ചു പൊളിക്കാം. അയ്യോ മാമ രാത്രിയായി, ഇനി നാളെ രാവിലെ പൊളിക്കാം. എടാ ആഘോഷമായിട്ട് തന്നെ അടിച്ചു പൊളിക്കാം. അത് നാളെ മറ്റൊന്ന് മാറ്റി വെക്കരുത്, മനസ്സിലായി? എടാ ഞാൻ ഗോളിയാർന്ന് വന്ന ട്രെയിനിൽ കിടന്ന് ഒരു തുള്ളി മദ്യം ഞാൻ അടിച്ചിട്ടില്ല. എനിക്ക് 2 അടിക്കണം. മക്കളെ സെറ്റപ്പ്. അല്ല മാമ ഒന്ന് ഫ്രഷ് ആവണല്ലേ? അതാണ്. ഞാൻ കുളിക്കത്തില്ല, എന്റെ ഗോളിയാറിലെ മണം ഒരാഴ്ച എനിക്ക് നിൽക്കണം. പണ്ടതുപോലെ തന്നെയല്ലേ, ഒരു മാറ്റമില്ലല്ലേ? മക്കൾ പൊക്കോ, നിങ്ങൾ നാട്ടം പിടിക്കൂല. നിനക്കൊക്കെ മതിയായില്ലേ? നിനക്കൊക്കെ മതിയായല്ലോ അല്ലേ? എല്ലാം തീർന്നു. ഇയാളെങ്ങനെ പലതും അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുടുംബത്ത് കയറാൻ പറ്റൂലടേ. അത് മാത്രോ, ഇങ്ങനെ അവളുമാരെ കണ്ട് അവളുമാർക്ക് എങ്ങനെ കണ്ട് ഹായ്, പിന്നെ നമ്മള് ചുടുകാട് കണ്ടാ മതി. ഏത് ഗതികെട്ട നേരത്താണ് ഇതൊക്കെ ചെയ്യാൻ തോന്നിയത്? അതെ, ഒരു പ്രശ്നം വരുമ്പോ അതെങ്ങനെയെങ്കിലും ഫേസ് ചെയ്ത് സോൾവ് ചെയ്യാൻ നോക്ക്. ഗംഗ നമ്മൾ കൊണ്ടുവന്നില്ലേ, അപ്പൊ നമ്മൾ കാമുകി വരെ വന്നില്ലേ, നമ്മളത് നൈസായിട്ട് ഡീൽ ചെയ്തില്ലേ. എന്നിട്ട് നമ്മൾ ബർത്ത്ഡേ ആഘോഷിച്ച് ഗോവയ്ക്ക് ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്ത്, അപ്പോഴാണ് നമ്മൾ 3 പ്രതീക്ഷിക്കാതെ നമ്മൾ മാമൻ തണ്ടി കയറി വന്നത്. നമ്മളത് നൈസായിട്ട് അങ്ങ് ഡീൽ ചെയ്യും. ഓക്കെ, എന്നിട്ട് അവളുമാരുടെ നമ്മൾ ഗോവയ്ക്ക് ട്രിപ്പ് പോവുകയും ചെയ്യും. അല്ല അപ്പൊ അങ്ങനെ കുപ്പി ഉണ്ടാക്കണ്ടേ? ജേഡി എടുത്തോണ്ട് വരട്ടാ? ഒരു ചെടിക്കൊള്ളൊന്നുമില്ല. നീ ഒരു കാര്യം ചെയ്യും, നമ്മുടെ സ്റ്റോർ റൂമിൽ നിന്ന് ഒരു ലോക്കൽ ബ്രാൻഡ് എടുത്തോട്. 4 എണ്ണം അകത്ത് ചെല്ലുമ്പോഴത്തേക്ക് ആശാൻ ഓഫ് ആവും. മിലിറ്ററി ആണെന്നേ ഉള്ളൂ, വലിയ കപ്പാസിറ്റി ഒന്നുമില്ല. അടിച്ച് ഓഫ് ആകുമ്പോഴത്തേക്ക് നമ്മുടെ റൂമിൽ കൊണ്ട് കിടത്താം. അപ്പൊ നമുക്ക് നൈസായിട്ട് അവളുമാരെ പുറത്തുവിടാം. അപ്പൊ നമുക്ക് ഗോവയ്ക്ക് വേണ്ടേ? ഓടാതെ നാളെ പോകുന്നതിനിടയിൽ പ്ലാൻ ചെയ്താൽ പോരെ? ഓൾറെഡി നമ്മൾ മാമനോട് പറഞ്ഞിട്ടുണ്ടല്ലോ നാളെ നമ്മൾ ട്രിപ്പ് പോകുന്നുണ്ടോ. അപ്പൊ അത് സീനില്ല. നീ ഒരു കാര്യം ചെയ്യും, നീ അവളുമാരെ വിളിച്ച് പറ നമ്മുടെ തെണ്ടി മാമ വന്നിട്ടുണ്ട്, പുറത്തോട്ടൊന്നും ഇറങ്ങല്ലെന്ന് കേട്ടോ. അല്ല അപ്പൊ ഗംഗ അടുത്ത് പറയണ്ടേ? വിളിച്ചോടാ. വിളിക്കാം. അല്ല അവിടെ നമ്പർ തന്നെ ഉണ്ടോ? ഇല്ല, ഗംഗയോട് പറയണ്ട, ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ അവൾ ഇറങ്ങൂല. അത് പറഞ്ഞു.
ഇനി പഴയ ബാധ എങ്ങാനും. കരുതാക്കെടുത്ത് വളയ്ക്കാതെ എടാ മക്കളെടാ, ഓ കാലം കൂന്ന് വാ കുപ്പി എടുക്കാം. ഇയാള് ഞങ്ങളെയും കൊണ്ട് പോവും. കുറച്ച് ഉറക്കോട് ഇവിടെ മിക്സ് ചെയ്ത് കൊടുത്താൽ എന്നിട്ടാണ് അത് മാറി കുറിച്ച് നമ്മൾ കിടന്നുറങ്ങാം. നല്ല അപ്പൊ അമ്മ തുടങ്ങാം. എന്തോടാ അത്? ഇത് സൽസ. സൽസ മാമൻ ഇഷ്ടല്ല. എടാ എനിക്ക് കുറച്ച് ദിവസം ലീവുള്ളൂ. ആണോ? ഇവിടെ അടിച്ച് ബോധമില്ലാതെ കിടക്കാനല്ല ഞാൻ ഇവിടെ വന്നത്. ഇതാടാ ചെവി അടിക്കണം. ഒന്നുമില്ല. എടാ അടിക്കണമെങ്കിൽ നല്ല സാധനം അടിക്കണം. 2 പെഗ് മതി. 1.5 ആഴ്ച നല്ല പറന്ന് നടക്കാം. ചുമ്മാ സാൽസയും കൊണ്ട് വന്നിരിക്കണം. എങ്ങനെയുണ്ട്? നന്നായി. ഇന്ന് രാത്രി നാളെ പകലും നമ്മൾ നിർത്തുന്നേയില്ല. അടിയോടടി ബോധം പോകുന്നത് വരെ. ഇനി ഇങ്ങനെ ഒരു ബർത്ത്ഡേ നിന്റെ ജീവിതത്തിൽ നീ ഒന്നും ആഘോഷിക്കില്ല. ആ നന്നായിട്ടുണ്ട് മാമ. അപ്പൊ തുടങ്ങാം. ആ അല്ല മാമ, മാമിയെ കാണാൻ പോയില്ലേ? സാധാരണ അങ്ങോട്ടാണല്ലോ പോവേണ്ടത്. പിന്നെന്ത് ഇവിടെ? അവിടെ പോയാൽ സമാധാനം കിട്ടൂലെന്ന് കരുതിയാ നിന്നെയൊക്കെ കാണാൻ ഞാൻ ഇവിടെ വന്നത്. അതെന്ത് മാമ, മാമന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ 1 വർഷമല്ലേ ആയുള്ളൂ. കല്യാണം ഇതിന് കാടാ കല്യാണം എന്ന് പറയുന്നത്. 34-ാമത്തെ വയസ്സിൽ അത് നിർബന്ധിച്ച് കുടുംബക്കാരെല്ലാം കൂടെ ഒരു കൊച്ചു പെണ്ണിന് എൻ്റെ തലയെ കെട്ടി വെച്ച് തന്നു. അയ്യോ ഒന്നും പറയണ്ടേ. ആ മാമിയുടെ ഫോട്ടോ നമ്മള് കണ്ടായിരുന്നു കല്യാണ ഫോട്ടോയില്. ആണാ? എങ്ങനെ ഉണ്ട്? സോറി മാമ, അവൻ വെള്ളത്തിന്റെ പുറത്ത് അറിയാതെ. എന്തിനടാ സോറി? ആ ഉള്ളതല്ലേ പറഞ്ഞത്. അതെനിക്കറിയാം. ആളൊക്കെ സൂപ്പറായിരുന്നു. ആ എന്നിട്ട് എന്ത് കാര്യം? അല്ല മാമൻ എന്താ ഉദ്ദേശിച്ചേ? മാമൻ കാര്യം പറ മാമ. നിങ്ങൾ തമ്മിൽ അങ്ങനെ ഒന്നും എന്ത്? അല്ല മിണ്ടാറില്ല. മിണ്ടൂലേ? എന്ത് മിണ്ടാ? മാമൻ പറ മാമ. പിന്നെന്തുണ്ടായി? ഒന്നും ഉണ്ടായില്ല, അതാണ് കാര്യം. किसी की मुस्कुराहटों से हो निसार, किसी का दर्द मुझको बोले बुखार। അത് പിന്നെ മാമ ആദ്യത്തെ ദിവസമല്ലേ, അതിന്റെ ഒരു നാണോ ചമ്മലൊക്കെ കാണും. അതുള്ളതാ. ശരിയാ, ഫസ്റ്റ് അല്ലേ നാണവും ചമ്മലൊക്കെ കാണും എന്ന് വിചാരിച്ച് ഞാൻ വിട്ടുകൊടുത്തു. കൊടുക്കണം മാമ. അത് 2-ാമത്തെ ദിവസമായി എന്ത് ചെയ്യും? പോട്ട് അത് 3, 4, 5, 6 ആയ എന്ത് ചെയ്യും? 7, 8, 9 ഉണ്ടല്ലോ. സഹിക്കോ? ഒരു പക്ഷെ നീ സഹിക്കോ? ഞാൻ സഹിക്കൂല. ഇല്ലല്ല, ഒരിക്കലും ഇല്ല. ആ പക്ഷേ 7-ാമത്തെ ദിവസം ഞാൻ വിട്ടുകൊടുത്തില്ല. പ്ലീസ് ഇന്നെങ്കിലും പ്ലീസ്. പ്രശാന്ത്, മൈ എക്സ് ബോയ്ഫ്രണ്ട്. മാമ ഇപ്പോഴത്തെ പെൺകുട്ടികളല്ലേ, അത്ര വലിയ കാര്യം നോക്കണ്ട. നമ്മൾ ആണുങ്ങളാണ്, അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോവാൻ. അതെ ഞാൻ കാര്യമാക്കിയില്ല. ഇപ്പോഴത്തെ പെണ്ണുങ്ങളല്ലേ. പക്ഷേ കാല് നീ അവിടെ കൊടുത്തു, കയ്യെങ്കിലും. മൈ രാജേഷ്, സെക്കൻഡ് എക്സ്. ഇത് 3-ാമനായിരിക്കുമല്ലേ? പിന്നെ എനിക്കൊന്നും മാറ്റി നോക്കാനുള്ള ധൈര്യം ഉണ്ടായില്ല. പാവം.